ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവിടെ വരെ നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ? ഞങ്ങൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കല്യാൺ സിൽസിലോട്ടാണ്. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് 3+1 കോംബോ ഓഫറിൻ്റെ കാര്യം. എന്തായാലും അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വയ്യാണ്ടിരിക്കണേണ്, അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് ക്ഷമിക്കണം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കല്യാൺ സിൽസിലോട്ട് കയറാൻ പോവാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും ഒരു കുഞ്ഞു പുൽക്കൂടും അതേപോലെ പപ്പാനി വരുന്നതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എൻട്രൻസിലും അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഈ 3+1 കോംബോൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളതെന്ന്. ഞങ്ങൾ മെയിനായിട്ട് വന്ന് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ കവർ ചെയ്തോളൂ. അല്ലാണ്ട് ഒത്തിരി ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കളക്ഷൻസും ഉണ്ടായിരുന്നു, എന്നാൽ ഭയങ്കര യൂണീക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും കണ്ടുവരുന്നതും ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ മെറ്റീരിയൽസിൻ്റെയൊക്കെ റേറ്റ് നോക്കി ഞാനങ്ങ് പോയി. ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ടുള്ള റെഡും വൈറ്റും ഗ്രീനും ഏത് കളറിലാണെങ്കിലും അതിന് പറ്റിയ മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കി ഒരു മെറ്റീരിയൽ ഞാൻ ചൂസ് ചെയ്തു. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽസിനൊക്കെ 165 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. ജോർജറ്റ് മാത്രമല്ല, ഓർഗൻസയിലും നെറ്റിലും അതേപോലെ തന്നെ കോട്ടൺ ടൈപ്പ് കുറേ മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡയബിൾ ഫാബ്രിക്സിൻ്റെ ഏരിയയിലോട്ടാണ്. അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഏത് കളറിലോട്ട് വേണമെങ്കിലും ഡൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ത്രെഡ് വർക്ക് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2000 സംതിങ് ഒക്കെ ആയിരുന്നു ഓരോ മെറ്റീരിയൽ റേറ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഞങ്ങൾ 3+1 കോംബോൻ്റെ ആ സെക്ഷനിലോട്ട് പോയി. സൽവാർ സൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് ഞങ്ങൾ പോയത്, ജസ്റ്റ് ആ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്.
ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇതേ കളക്ട് ചെയ്തു, ഞങ്ങളിത് ഇറങ്ങുവാണ്. അപ്പോൾ ആരും മറക്കണ്ട 3+1 കോംബോനെ പറ്റി. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ പോയുള്ളൂ, എല്ലാ ഫ്ലോറിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വേറെ 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി, അങ്ങ് എല്ലാവരും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞത് ഞങ്ങളിത് ഈവനിങ് പുറത്തിറങ്ങിയൊക്കെയാണ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എങ്ങോട്ടാ പോണേന്ന് നോക്കാം. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണല്ലേ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളിപ്പോൾ MG റോട്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ആസ്വദിക്കും. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് കാണാം. ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, കൊച്ചിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ടാണ്. അപ്പോൾ എത്തിയിട്ട് കാണാം എന്തായാലും. സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ? ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് കടവന്ത്രയിലുള്ള ചിയാങ് ആണ്. കൊച്ചിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടായിരിക്കും ചിയാങ്. അപ്പം ഇനി നമുക്ക് എന്തായാലും ചിയാങ്ങിൽ വിശേഷങ്ങൾ കാണാം. അതേപോലെ തന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നും ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചിക്കൻ ലോലിപോപ്പ്. ഞങ്ങൾ എപ്പോൾ പോയാലും ഓർഡർ ചെയ്യുന്നതാണ്. ചില സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും തീർന്നു പോകും, അപ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും നിങ്ങൾ മേടിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ നൈറ്റൊക്കെ ലേറ്റായിട്ടാണ് പോകുന്നെങ്കിൽ മിക്കവാറും ചിക്കൻ ലോലിപോപ്പ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തരുന്ന ഐറ്റമാണ് ചിക്കൻ 65. ഞങ്ങൾക്ക് ചിക്കൻ ലോലിപോപ്പിൻ്റെ അത്രയും ഇഷ്ടമല്ലെങ്കിലും കൊള്ളാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് ഗോബി 65. ഇപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മേടിക്കണമെന്ന്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡിഷായിട്ട് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ്, നല്ല ചൂടോടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ 1-2 പ്രാവശ്യമായിട്ട് പോയി കഴിച്ച ഡിഷസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ ചിയാങ് പോയി കഴിഞ്ഞാൽ എപ്പോഴും യൂഷ്വലി ഓർഡർ ചെയ്യുന്ന അവിടുത്തെ മിക്സഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂരിയൻ, ചില്ലി പോർക്ക്, പിന്നെ ചില്ലി ബീഫ് അവിടുത്തെ അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ നൂഡിൽസ് ഞങ്ങൾ മേടിക്കാറുണ്ട്. ഈ ഐറ്റംസ് തന്നെയായിരിക്കും ഞങ്ങൾ എപ്പോൾ പോയാലും റിപ്പീറ്റ് ആയിട്ട് മേടിക്കുന്ന ഐറ്റംസ്. സോ നിങ്ങൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും മേടിച്ച് കഴിച്ച് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസിനാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ വെജ് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ചില്ലി പനീർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഭയങ്കര ഹാപ്പി ആയത്. ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.